ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വിശുദ്ധ പ്രഭാതം കൂടി ദാനമായി തന്ന ദൈവത്തെ നിരസ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന വചന ധ്യാനം എന്ന പ്രോഗ്രാമിലെ എല്ലാവർക്കും സ്വാഗതം. ആമേൻ. ഒരു പാട്ടിൻ്റെ രണ്ടുപേര് പാടി നമുക്ക് ദൈവവചനത്തിലെ പ്രവേശിക്കാം. ആമേൻ. സ്തോത്രം. എല്ലാവരും ദൈവസനയിൽ അവനവനെ ഏൽപ്പിച്ചു കൊടുക്കുക. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമിൻ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമിൻ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. വീണ്ടും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇത് കാണുകയും ആമേൻ ഹല്ലേലൂയ ഇതിനെ ഹല്ലേലൂയ അത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രിയ സഹോദരങ്ങളെ, അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, ആമേൻ, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാം നന്മയ്ക്കായിട്ട് മാത്രം. നാം പലപ്പോഴും പല വിഷയങ്ങളോർത്ത് ഭാരപ്പെടുമ്പോൾ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നാം ആയിരിക്കുന്ന അവസ്ഥകൾ, ആമേൻ, രോഗങ്ങളാവട്ടെ, മറ്റു കഷ്ടങ്ങളാകട്ടെ, സാമ്പത്തിക നന്മയുടേതാകട്ടെ, തലമുറയുടെ കുറിച്ച് നോക്കട്ടെ, പക്ഷെ ഇതിലെല്ലാത്തിലും നാം ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളാണെങ്കിൽ ഇതിലെല്ലാം ദൈവം നമുക്കൊരു നന്മ തരിക തന്നെ ചെയ്യുക. അത് ഈ ലോകത്ത് നാം അനുഭവിക്കും. ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്ത് നാം അനുഭവിച്ച് തന്നെ പോകും. തലമുറകളുടെ വിഷയമോർത്ത് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ഒന്നുകൊണ്ട് ഭാരപ്പെട്ടു പോകണ്ട. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമുക്കെല്ലാം സകലവും നന്മയ്ക്കായി തന്നെ ചെയ്യും. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യവും ഞാൻ അതിൻ്റെതായ സമയത്ത് തക്കതായിട്ട് ഹല്ലേലൂയ നന്മയ്ക്കായിട്ട് ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ശലോമോൻ എന്താണ് പറയുന്നത്? ആമേൻ. പണിയുവാനൊരു കാലം, പൊളിക്കുവാനൊരു കാലം. ഹല്ലേലൂയ. എല്ലാത്തിനൊരു സമയമുണ്ട്. വിത്ത് ഇടാനൊരു സമയം, അത് വിത്ത് പറിക്കുവാനൊരു സമയം, ആമേൻ, നില ഉഴുവാനൊരു സമയം, വിത്ത് വിതയ്ക്കുവാനൊരു സമയം. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന് ഒന്നും അസാധ്യമല്ല. നാം പലപ്പോഴും മാനുഷ്യമായിട്ട് ചിന്തിച്ച് അസാധ്യമെന്ന് കരുതുമ്പോൾ അസാധ്യമല്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മെ നയിക്കുന്നത്. ആകയാൽ ഈ നല്ല പ്രഭാതത്തിൽ ആമേൻ ചിന്തിക്കുക, നമുക്ക് വന്നിരിക്കുന്ന ഓരോ അവസ്ഥകളും, നാം ഏത് അവസ്ഥകൾ കടന്നു പോകുന്നു, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ യേശു വെച്ച നന്മയ്ക്കായി ചെയ്യുമെന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. ആമേൻ. ദൈവം അത് ചെയ്തിരിക്കും. ആമേൻ. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട
കൃപയ്ക്കായിട്ട് തൻ്റെ മക്കളെ അപ്പൻ്റെ പാദപിടിത്തിൽ ഏൽപ്പിക്കുന്നു. അവർ ഏത് വിഷയത്തിനുമേൽ ഭാരപ്പെടുന്നു? രോഗത്താലാണോ, തലമുറ വിഷയമാണോ, സാമ്പത്തിക വിഷയമാണോ, ഭവനമില്ലായ്മയാണോ, ആമേൻ, ഏത് അവസ്ഥയിൽ കടന്നു പോകുന്നു? വസ്തു വിൽപ്പനയുടേതാണോ, ഭവനം പണിതുകൊണ്ടിരിക്കുന്നത് പൂർത്തീകരണം നടക്കാത്തതാണ്, ഹല്ലേലൂയ, മറ്റുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതാണ്, ഏതവസ്ഥയിൽ സഹായിക്കാൻ കഴിയുന്ന ആ ദൈവത്തിൻ്റെ യേശുവിൻ്റെ കരത്തിൽ ഈ മക്കളെ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം അവർ വൻ കാര്യങ്ങൾ ദൈവസ്ഥാനിൽ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.